വളരെ കാലം മുമ്പുള്ള കാര്യമാണ്. രണ്ട് മാനുകൾ പുല്ല് തിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. നീ ഷേർസിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ, ഞങ്ങൾ അവനെ ഒരിക്കലും മറക്കില്ല. ഓ, മറക്കില്ലേ? അങ്ങനെയുള്ള എന്ത് മഹത്തായ കാര്യമാണ് അവൻ ചെയ്തത്? അതോ അവിടുന്ന് ഇവിടുന്ന് വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പിന്നെ പരാജയപ്പെട്ട് തിരിച്ചു പോകും. ശരി, ഇതാണോ കാര്യം? ഷേർ സിംഗ് ഒളിച്ചു നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അവന് നല്ല ദേഷ്യം വന്നു. അവൻ അലറിക്കൊണ്ട് അവരുടെ മേൽ ചാടി വീണു. അവരിരുവരും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് മാറി. അപ്പോൾ ഷേർ സിംഗ് കുഴിയിൽ വീണു. അയ്യോ, പാവം ഷേർ സിംഗ് കുഴിയിൽ വീണു. സോറി ഷേർ സിംഗ്, നീ ഇതൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഒരു വട്ടം കൂടി ഇരിക്കാം. ഇപ്രാവശ്യം നമ്മൾ രണ്ടാളെയും ഒരേ സമയം പിടിച്ചോ. ആ, പിന്നെ ഞങ്ങളെ പിടിച്ച് ചവച്ചരച്ച് കഴിച്ചോളൂ. ഇത് പറഞ്ഞ് അവരിരുവരും ചിരിക്കാൻ തുടങ്ങി. ഷേർ സിംഗ് പല്ല് കടിച്ച് അവിടെ നിന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി. ഷേർ സിംഗ് വളരെ കഷ്ടപ്പെട്ട് കുഴിയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ദയാലുവായ പക്ഷി ടീനു അവന്റെ അടുത്തേക്ക് വന്നു. ഷേർ സിംഗ്, നിങ്ങൾ എന്തിനാണ് ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? സങ്കടപ്പെടുകയല്ലാതെ വേറെന്താ ചെയ്യേണ്ടത്? പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോ എല്ലാ മൃഗങ്ങളും എന്നെ പേടിച്ചിരുന്നു. ഞാൻ ഒരു ദിവസം വേട്ടയാടുമായിരുന്നു. പരാജയം എന്തെന്ന് അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയൊരു മുയലിനെ പോലും വേട്ടയാടാൻ കഴിയുന്നില്ല. ഇത് കേട്ട് ടീനു പക്ഷിക്ക് വളരെയധികം കരുണ തോന്നി. പിന്നെ അവൾ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടെത്തും. ഇത് പറഞ്ഞ് ദയാലുവായ പക്ഷി എവിടേക്കോ പറന്നുപോയി. ഈ പക്ഷി എന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമോ? ഇതും പറഞ്ഞ് ഷേർ സിംഗ് ഒരുതരം ചിരിയോടെ തന്റെ ഗുഹയെ ലക്ഷ്യമാക്കി നടന്നു. ദയാലുവായ പക്ഷി ഒരുപാട് മുകളിലേക്ക് പോയി. പിന്നെ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. അവിടെ മേഘങ്ങൾക്ക് മുകളിൽ ഒരു മാലാഖ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ ടീനു പക്ഷി, നിങ്ങൾ ഇവിടെ? നീലിമാലാഖേ, നിങ്ങൾ എന്റെ ദയ കണ്ടിട്ട് എനിക്കൊരു വരം തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ലേ? ഹാ, പക്ഷേ നീ ആ വരം ഇതുവരെ ചോദിച്ചിട്ടില്ല. ആ വരം ഞാൻ ഇന്ന് ചോദിക്കുന്നു. നിങ്ങൾക്കത് ഇപ്പോൾ തരാൻ പറ്റുമോ? എന്തുകൊണ്ടില്ല, ചോദിക്കൂ. ഞങ്ങളുടെ കാട്ടിൽ ഒരു സിംഹം താമസിക്കുന്നുണ്ട്. അവൻ വയസ്സായത് മുതൽ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും തന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനും വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. മാലാഖ കുറച്ച് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം വിധിയുടെ വിളയാട്ടമാണ്. കുട്ടിക്കാലവും യൗവനവും കണ്ടത് അയാൾ വാർദ്ധക്യവും കാണേണ്ടതായി വരും. ഹാ, പക്ഷേ നിങ്ങൾ അവന്റെ വാർദ്ധക്യമില്ലാതാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീനു പക്ഷി അതൊന്നും ചെവികൊണ്ടില്ല. മാലാഖ മാന്ത്രിക വിദ്യ ചെയ്തു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു നീല പൂവ് വന്നു. ഈ പൂവ് കഴിക്കാൻ സിംഹത്തോട് പറയൂ. ഇത് കഴിച്ചാലുടൻ അവൻ വളരെ ചെറുപ്പമാകും. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് നീലമാലാഖേ. ആ പൂവെടുത്ത് ടീനു പക്ഷി തിരിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നു. ഇതാ ഷേർ സിംഗ്, ഈ പൂവ് കഴിക്കൂ. ഇത് കേട്ട് അവളിൽ വിശ്വാസമുണ്ടായില്ല. നിങ്ങളും കൂടി എന്റെ വാർദ്ധക്യത്തെ തമാശയാക്കുകയാണോ? ആണോന്ന്? നിങ്ങൾ തെറ്റാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ പൂവ് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് യൗവനം തിരികെ കിട്ടും. ഷേർ സിംഗിന് അവളിൽ വിശ്വാസമുണ്ടായില്ല. പക്ഷെ അവൻ അറിയാമായിരുന്നു ടീനു ഒരിക്കലും നുണ പറയില്ല എന്ന്. അതുകൊണ്ട് അവൻ ആ പൂവ് കഴിച്ചു. അയ്യോ, ഇതെന്താ? എനിക്കെന്താ സംഭവിക്കുന്നത്? അത് കഴിച്ചയുടൻ ഷേർ സിംഗിന് ഒരു വ്യത്യസ്തമായ ശക്തി വരുന്നതായി തോന്നി. എനിക്ക് വളരെ നല്ലതായി തോന്നുന്നുണ്ട്. യൗവനത്തിലുണ്ടായിരുന്നത് പോലെ തോന്നുന്നു. ഇത് കേട്ട് ടീനു പക്ഷിക്ക് വളരെ സന്തോഷം തോന്നി. ടീനു പക്ഷി, ഞാൻ വേട്ടയാടാൻ പോവുകയാണ്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് പറഞ്ഞ് ഷേർ സിംഗ് വളരെ വേഗത്തിൽ ഓടി. വളരെ വർഷം കൂടിയാണ് അവൻ അങ്ങനെ ഓടുന്നത്. ആ സമയം രണ്ട് മുയലുകളായ ചങ്കുവും മങ്കുവും സംസാരിക്കുകയായിരുന്നു. അയ്യോ, അത് നോക്കൂ, ഷേർ സിംഗ് വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ഷേർ സിംഗ്, ഞങ്ങൾ പേടിച്ചേ. അങ്ങനെ ഷേർ സിംഗ് അവരുടെ അടുത്തെത്തി.
അവരിരുവരും അവനവന്റെ സ്ഥലത്ത് നിന്ന് മാറി. പക്ഷേ അതിനുശേഷം ഷേർസിംഗ് തന്റെ ദിശ മാറ്റി. പിന്നെ ചങ്കുമുയലിനെ പിടിച്ചു. ഷേർസിംഗ് ചങ്കുമുയലിനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ മങ്കുമുയൽ പേടിയോടെ ആ സങ്കടാവസ്ഥ നോക്കി നിന്നു. ഷേർസിംഗ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഷേർസിംഗ് കാടിനെ മുഴുവൻ വിറപ്പിച്ചു. അവൻ ദിവസവും ഓരോ മൃഗങ്ങളെ തന്റെ ഇരകളാക്കി മാറ്റി. അങ്ങനെ കാട്ടിലെ മൃഗങ്ങൾ വളരെ വേഗം കുറയാൻ തുടങ്ങി. ആ സമയം കാട്ടിലെ രാജാവ് ഷേർഖാൻ ആയിരുന്നു. മൃഗങ്ങളെല്ലാം അവന്റെ അടുത്തെത്തി. ഷേർസിംഗ് ചെറുപ്പക്കാരനായോ? ഇതെങ്ങനെ സംഭവിച്ചു? അവന് 14 വയസ്സാണ്. ഇത് തന്നെയാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? പക്ഷെ അവൻ നല്ല ചെറുപ്പമായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഷേർസിംഗ് അവിടെ എത്തിച്ചേർന്നു. പറയൂ ഷേർഖാൻ, നിങ്ങൾ എന്നെ കുറിച്ചാണോ കുശൂഷിക്കുന്നത്? ഷേർസിംഗ്, ഞാനാണിപ്പോൾ കാട്ടിലെ രാജാവ്. എന്നെ ബഹുമാനിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. പിന്നെ നീ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുന്നത്? വെറുതെ കൊല്ലുന്നതൊന്നുമല്ല. ഞാൻ വയസ്സനും ദുർബലനുമായിരുന്ന സമയത്ത് ഇവരെല്ലാം എന്നെ വളരെയധികം കളിയാക്കിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചെറുപ്പമായപ്പോൾ ഞാൻ ഇവരോടെല്ലാം പകരം വീട്ടുകയാണ്. ഇല്ല, ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യുവാൻ അനുവദിക്കുകയില്ല. എന്നാൽ ശരി, നിങ്ങളും എന്നോട് മത്സരിക്ക. ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ഈ കാടിന്റെ രാജാവ്. ഇത് കേട്ട് മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി ഷേർഖാനെ നോക്കി. ശരി ഷേർഖാൻ, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോട് തീർച്ചയായും മത്സരിക്കും. പ്രിയപ്പെട്ട മൃഗങ്ങളെ, നിങ്ങൾക്ക് എന്റെ ഭരണം വീണ്ടും കാണുവാൻ പറ്റും. കണ്ടു നോക്കൂ. ഇത് പറഞ്ഞ് ഷേർസിംഗ് അവിടെ നിന്ന് ഓടിപ്പോയി. താൻ ചെയ്ത തെറ്റോർത്ത് ടീനു പക്ഷി പശ്ചാത്തപിച്ചു. പക്ഷേ ഇത് ആരോടും പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൾ തന്റെ ചിറക് വിരിച്ച് വേഗത്തിൽ ആകാശത്തേക്ക് പറന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ ആ മാലാഖയുടെ അടുത്തെത്തി. അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യമേ പറഞ്ഞതല്ലേ, വിധിയെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കരുതെന്ന്. അങ്ങനെയായാൽ നാശമേ വരികയുള്ളൂ. വൈകുന്നേരമാകാൻ കുറച്ചു സമയമേ ബാക്കിയുള്ളൂ. ഷേർഖാൻ അവനോട് പരാജയപ്പെട്ടാൽ കാട് മുഴുവൻ ഷേർസിംഗിന്റെ ഭരണത്തിലാകും. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. മാലാഖ മാന്ത്രിക വിദ്യ ചെയ്തു. അവളുടെ കയ്യിൽ ഒരു പച്ച നിറമുള്ള പൂവ് വന്നു. ഈ പൂവ് കഴിച്ചാലുടനെ ഷേർസിംഗ് പിന്നെയും വയസ്സനാകും. പക്ഷേ അവൻ ഇത് എങ്ങനെ കഴിക്കും? അത് നീയാണ് നോക്കേണ്ടത്. ഇതിന് ഈ ഉപായം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഷേർസിംഗും ഷേർഖാനും അടുത്തടുത്തു വന്നു. മൃഗങ്ങളെല്ലാം അവരുടെ യുദ്ധം കാണാൻ തയ്യാറായി നിന്നു. വരൂ ഷേർഖാൻ, മൃഗങ്ങളെല്ലാം നിങ്ങളുടെ അവസാനത്തെ യുദ്ധം കാണുവാൻ കാത്തു നിൽക്കുകയാണ്. എന്റേതല്ല, ഇത് നിങ്ങളുടെ അവസാനത്തെ യുദ്ധമാണ്. അപ്പോൾ ടീനു പക്ഷി അവിടെ എത്തിച്ചേർന്നു. ഷേർസിംഗ്, നിങ്ങൾക്ക് ഷേർഖാനെ തോൽപ്പിക്കണോ? എന്റെ കയ്യിൽ ഒരു പൂവ് കൂടിയുണ്ട്. ഒരു പൂവും കൂടി? ആ പൂവ് കഴിച്ചപ്പോൾ നിങ്ങൾ ചെറുപ്പമായില്ലേ? ഈ പൂവ് കഴിച്ചാൽ നിങ്ങളുടെ ശക്തി കൂടുതൽ വർദ്ധിക്കും. ടീനു പക്ഷി, ഇതിനർത്ഥം നിങ്ങളാണോ ഷേർസിംഗിനെ ഇത്ര ചെറുപ്പക്കാരനാക്കിയത്? ഇത് കേട്ട് മൃഗങ്ങളെല്ലാം ടീനു പക്ഷിയെ പരിഭ്രാന്തിയോടെ നോക്കി. തരൂ ടീനു, തരൂ. ടീനു പക്ഷി ആ പൂവ് ഷേർസിംഗിന്റെ വായിൽ വെച്ചു. അത് നല്ലവണ്ണം ചവയ്ക്കാൻ തുടങ്ങി. ഇനി എന്നെക്കാളും ശക്തിയുള്ളവൻ ആരുമില്ല. ഇതും പറഞ്ഞ് അവൻ ഷേർഖാന്റെ നേരെ ഓടി. മൃഗങ്ങളെല്ലാം അവനെ കണ്ടു പേടിച്ചു. പക്ഷേ ഷേർഖാന്റെ അടുത്തെത്തുന്നതിന് മുൻപേ അവന് ശ്വാസം കിട്ടാതെയായി. അയ്യോ, ഇതെന്താണ് എനിക്ക് പറ്റിയത്? ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് നിങ്ങളെ ചെറുപ്പക്കാരനാക്കിയത്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ തന്ന പൂവ് കഴിച്ച് നിങ്ങൾ പഴയതുപോലെ വയസ്സനായി. ഇത് കേട്ട് മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി. കൊള്ളാം ടീനു പക്ഷി. ഇനി പറയൂ ഷേർസിംഗ്, ഇപ്പോഴും യുദ്ധത്തിന് നീ തയ്യാറാണോ? ഇത് കേട്ട് ഷേർസിംഗ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കൂ. ഞാൻ കാരണം എത്ര മൃഗങ്ങളുടെ ജീവനാണ് പോയത്. ഏയ്, അതൊന്നും സാരമില്ല ടീനു പക്ഷി. നമ്മളെല്ലാവരും നിന്നോട് ക്ഷമിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.